ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ പോലീസ് മർദ്ദനത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി KSU. മാർച്ച് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ മനീഷ് ഐഷ മാത്യു പങ്കുവയ്ക്കും. മനീഷ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തടക്കം നടത്തിയ മാർച്ചിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടാവുന്നത്, ജലപീരങ്കി പ്രയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നതൊക്കെ. ആലപ്പുഴയിലെ സ്ഥിതി എന്തായിരുന്നു? സംഗീത, പോലീസ് രാജ് അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ ഗവൺമെന്റ്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ കേസെടുക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ചതോടെ നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായി. പിന്നീട് ഈ പ്രവർത്തകർ ബാരിക്കേഡ് പൂർണ്ണമായും തകർക്കുകയും പോലീസിന്റെ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ അവിടെ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് തടഞ്ഞു. പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഏറെ സമയം ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജലപീരങ്കി പോലുള്ള പ്രതിരോധങ്ങൾ പോലീസ് ഒഴിവാക്കിയിരുന്നു. എന്നിരുന്നാലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. പക്ഷേ പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡുകൾ തകർക്കുകയും അതിനപ്പുറം കടക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശരി, മനീഷ് ഐഷ മാത്യുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.